ഹലോ, ഇന്നൊരു കസ്റ്റമൈസേഷൻ ആയാലോ? അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് പരാഗിലേക്കാട്ടോ. അവിടെയാണ് നമുക്ക് എല്ലാ മെറ്റീരിയലും കിട്ടും. അപ്പോൾ കസ്റ്റമറിനെ റെഫറൻസ് ചെയ്തായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് ജോർജറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൗണായിരുന്നു. ആ ഗൗണിലേക്ക് യോക്ക് പോർഷനിലേക്ക് ഞാൻ ഈ നെറ്റാണ്, വർക്ക് വരുന്ന നെറ്റാണ് എടുത്തത്. താഴേക്ക് പ്ലെയിൻ നെറ്റാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ വൈറ്റ് അനാർക്കിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട എടുക്കും. അപ്പോൾ ഫൈനൽ നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മൾ ദുപ്പട്ട കൊടുത്തത് ഇങ്ങനെ വർക്ക് വരുന്ന ദുപ്പട്ടയായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ അന്നക്കിൻ്റെ അടിയിൽ നമ്മൾ ചെറിയൊരു ലേസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6 ആഗ് വരുന്ന ലേസ്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഗൗൺ, ഗ്രീൻ ഗൗൺ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. യോക്ക് പോർഷനിലേക്ക് വർക്ക് വരുന്ന നെറ്റ്, ഫുൾ സ്ലീവ്. പിന്നെ നമ്മൾ നെക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തത്. അത്യാവശ്യം കുറച്ചായിട്ടാണ് ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ബാപ്റ്റിസ്റ്റിനായിട്ടുള്ള കുട്ടിക്ക് വേണ്ട കോട്ടും അതുപോലെ തന്നെ ഷർട്ടും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട ടിയാറ, ക്യാപ്പ്, ക്യാൻഡിൽ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിയുടെ ഔട്ട്ഫിറ്റ് ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ബാപ്റ്റിസ്റ്റിന് ആദ്യം ഇടുന്ന ഡ്രസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കസ്റ്റമൈസേഷനായിട്ട് കോൺടാക്ട്